ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ മച്ചാമാരെ, നമ്മളിന്ന് എവിടെയുള്ളതെന്നറിയാം. നമ്മൾ കുറേ മുന്നേ, അതായത് എനിക്ക് തോന്നുന്നു ഒരു 1-1.5 മാസത്തിന് മുന്നേ ആയിട്ട് നമ്മൾ തെങ്ങ് മുറിച്ച് ഒരു സൈറ്റ് ക്ലിയറിൻ്റെ ഒരു സൈറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് എങ്ങനെ സൈറ്റ് ലെവൽ ചെയ്യാം, പിന്നെ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാന്ന് തോന്നുന്നു അതിൻ്റെ നമ്മളെ തമ്മിലതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ള കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ, കാരണം ഏകദേശം ഒരു മാസത്തിന് മേലെ ആയി തോന്നുന്നു. അപ്പോൾ ആ ഒരു സൈറ്റിലാട്ടോ നമ്മൾ ഇന്നുള്ള. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിന്ന് പില്ലറിൻ്റെ കൊണ്ടുവച്ചിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരാറുള്ള നമ്മളെ ഒട്ടുമിക്ക വീഡിയോയിലും നമ്മൾ കണ്ടുവരാറുള്ള ഫൗണ്ടേഷൻ പറഞ്ഞാൽ നമ്മൾ വാനം മാന്തി അതിൻ്റെ അകത്തേക്ക് കരിങ്കല്ല് അല്ലെങ്കിൽ ചെങ്കല്ല് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്തിട്ട് അതിൻ്റെ മേലെ തറ കെട്ടി, അതായത് 3 പേര് തറ നമ്മൾ മിഷ്യൻ കല്ലുകൊണ്ട് കെട്ടിയിട്ടാണ് നമ്മൾ വീടിൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. അല്ലാതെ തന്നെ നമ്മൾ ഫില്ലർ ഫൗണ്ടേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വീട് മൊത്തത്തിൽ നമ്മൾ ഫില്ലർ ഫൗണ്ടേഷൻ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ആവശ്യമായിട്ട് നമ്മൾ ഫുള്ള് ഫില്ലർ ഫൗണ്ടേഷൻ വെച്ചിട്ട് ബിൽഡിങ് നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഒരുപാട് അപ്ലോഡും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഫുള്ള് ഫില്ലറിൻ്റെ മുകളിൽ നമ്മളൊരു വീടിൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വിശേഷമാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. അതുപോലെ എന്തുകൊണ്ടാണ് ഇത്ര നല്ല ഒരു പറമ്പിൽ നമ്മൾ ഫില്ലർ ഫൗണ്ടേഷൻ ചെയ്തിട്ട് വീടെടുക്കാനുള്ള കാരണം എന്നും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി പുതുതായിട്ട് വീട് വെക്കുന്ന ആൾക്കാർക്ക് ഈ പില്ലർ ഫൗണ്ടേഷൻ ആണോ അല്ലെങ്കിൽ സാധാരണ നമ്മളെ കല്ലിൻ്റെ കൊണ്ട് ചെയ്യുന്ന ഫൗണ്ടേഷൻ, കരിങ്കല്ല് കൊണ്ട് ചെയ്യുന്ന ഫൗണ്ടേഷൻ ആണോ വേണ്ടതെന്നുള്ള ഒരു തീരുമാനം എടുക്കാനൊക്കെ പറ്റും കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി പറഞ്ഞ് വലിപ്പിച്ച് കൊണ്ടുപോകുന്നില്ല, നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. അതുപോലെ മച്ചന്മാരാ, നിങ്ങളടുത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളെ ചാനലിൽ കൂടി വരുന്ന വീഡിയോസ് എന്നൊക്കെ പറയുന്ന അറിവ് തരുന്നതായിട്ടുള്ള വീഡിയോസുകളാണ്. അപ്പോൾ ഞാൻ തരുന്ന അറിവ് നിങ്ങളിലേക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും എത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് അറിയിക്കുക. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും വീഡിയോ ചെയ്യുന്ന എനിക്കും, അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുന്നതനുസരിച്ച് മറ്റുള്ള കൂടുതൽ ആൾക്കാർക്ക് എത്തുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് അറിയിക്കുക. പക്ഷേ പറയണ്ടോ, ഇവിടെ കണ്ടോ നമ്മളൊരു ബോക്സ് ഫില്ലറിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫില്ലറിൻ്റെ മാർക്കിങ്, അവിടെ ഒരു ഫില്ലറിൻ്റെ മാർക്കിങ്, ഇങ്ങനെ ഏകദേശം 40 ഫില്ലറിൻ്റെ അടുക്ക നമ്മൾ 30 ഫില്ലറിൻ്റെ അടുക്ക നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഇവിടുന്ന് താഴെ അതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് 2 പില്ലറാണ്, 2 പില്ലറാട്ടോ. ആ കുഴിയും 2 പില്ലറാണ്. അവിടെ സിംഗിള്, പിന്നെ ഇവിടെ 1, പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മൾ വേറൊരു ചാലും കൂടി കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ സാധാരണ പില്ലറിൻ്റെ കുഴി കുഴിക്കുന്ന സ്ഥലത്ത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ചാല് കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഫുൾ കൺഫ്യൂഷൻ ആകുന്നുണ്ടാവും, എന്താണ് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഇവിടെ കണ്ടോ ഈ കുഴി നോക്ക്, ഇവിടെ ഒരു കുഴി നമ്മൾ സാധാരണ പില്ലറിൻ്റെ വെച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മളെ കുയ്യാട്ട കയറുന്ന പോലെ ഒരു കയറിയിട്ടുണ്ട്. അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ കുയ്യാട്ട പോലെ വേറെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ തരത്തിലും ഓരോ വ്യത്യസ്തമായിട്ടാട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ, അതായത് ഈ വണ്ടി നിൽക്കുന്ന സൈറ്റിലുണ്ടോ, ഈ വണ്ടി നിൽക്കുന്നത് ഈ വീടിൻ്റെ കരപ്പറമ്പ്, അതായത് പറമ്പിലായിരുന്നു കേട്ടോ. ഇത് ഇവിടെയാണ് ഫസ്റ്റ് ഫ്ലോട്ട് വന്നിരുന്നത്. അതിൽ നിന്ന് ഈ ഒരു ലൈൻ കണ്ടോ, വണ്ടി നിൽക്കുന്നതിൻ്റെ താഴത്തായിട്ട് ഇവിടെ ഏകദേശം ഒരു 4 അടി അല്ലെങ്കിൽ 1 മീറ്റർ 1.20 താഴ്ചയിലുള്ള ഒരു പറമ്പായിരുന്നു ഇത്. താഴത്ത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ 1 മീറ്ററോളം താഴ്ചയുള്ള, അല്ല 1.20 ഏതാണ്ട് കറക്റ്റ് അല്ല, എന്തായാലും 1 മീറ്റർ കൂടുതൽ താഴ്ചയുള്ള ഒരു പറമ്പായിരുന്നു കേട്ടോ ഇത്. അത് കഴിഞ്ഞ് വീണ്ടും ഇതിങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഈ ലൈനിൽ കയറിയിരിക്കുന്നത്, അതായത് ഈ നിൽക്കുന്നുണ്ട, ഞാനിപ്പോൾ നിൽക്കുന്ന കറക്റ്റായിട്ടുള്ള ഈ നിൽക്കുന്നതിൻ്റെ താഴോട്ട് അവിടത്തെക്കാട്ടും വീണ്ടും 1 മീറ്റർ താഴ്ചാട്ടോ കേട്ടോ. അതായത് ആ കട്ടിങ് കറക്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് കഴിച്ചു കേട്ടോ. അതായത് ഈ ഒരു സൈറ്റിനെക്കാട്ടും ഈ ഒരു പറമ്പിനെക്കാട്ടും വീണ്ടും 1 മീറ്റർ താഴ്ച കണ്ടോ, ഇവിടുന്ന് താഴത്തേക്ക് വരും 1 മീറ്റർ താഴ്ച വീണ്ടും ആയി. അപ്പോൾ ഇങ്ങനെ 3 തട്ടുള്ള പറമ്പാട്ടോ ഇത്. അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അവിടുന്ന് സാധാരണ നമ്മളെ വണ്ടി വെച്ചതിൻ്റെ മുകളിൽ നിന്ന് സാധാരണ നമ്മൾ നിലാടി വെക്കുന്ന പോലെ തന്നെ, അല്ല തറ കെട്ടുന്ന പോലെ തന്നെ തറേൻ്റെ ഹൈറ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഹൈറ്റിലേക്ക് നമ്മൾ ഇതിൻ്റെ ബേക്ക് ഭാഗം നമ്മൾ പൊക്കിയിട്ട് ഇതിൻ്റെ അടിയിൽ നമ്മളൊരു അണ്ടർഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്ന വെച്ചാൽ ഈ പില്ലറിൻ്റെ മുകളിൽ നമുക്ക് ഇവിടെ ഈ വീടിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള കൂട അല്ലെങ്കിൽ വിറക് സ്റ്റോർ ചെയ്യാനുള്ള സാധനങ്ങൾ, അതുകൂടാണ്ട് ചെറുതായിട്ടുള്ള നമ്മളെ സാധനങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കാനുള്ള
ഒരു സ്റ്റോറേജ് സ്പേസ് പോലെയുള്ള സാധനമാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ടാവും, നല്ല വിഡ്ത്തും ഉണ്ടാവും കേട്ടോ. കാരണം ഒരു ബെഡ്റൂമിൻ്റെ ഒരു സ്പേസ്, ഒരു വീതിയില്ലേ, ആ ഒരു വീതിക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ബാത്റൂം കാര്യങ്ങൾ വരുന്നുണ്ട്, പിന്നെ കിച്ചൺ വരുന്നുണ്ട്. നമ്മൾ ആ കൂട്ടിയിട്ട മണ്ണ് എന്ന് വെച്ചാൽ കിച്ചണാട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്, ഒരു കിഡ്സ് ബെഡ്റൂം വരുന്നുണ്ട്, പിന്നെ ഒരു നിസ്കാര റൂം വരുന്നുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ബെൽറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇവിടെ പില്ലർ ഫൗണ്ടേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കൂടാണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കീറി വെച്ചാണ്ടില്ല, ഈ കീറി വെച്ചിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ റിട്ടേണിംഗ് വാള് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്, കോൺക്രീറ്റ് കൊണ്ട് ചെയ്യാൻ. പക്ഷെ നമ്മൾ ഹൈറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫൗണ്ടേഷനിൽ നല്ല രീതിക്കുള്ള പാറയാട്ടോ കാണുന്നുണ്ടോ, കരിങ്കല്ലല്ല, നമ്മുടെ ചെങ്കൽ പാറയാണ്. അപ്പോൾ നമുക്ക് കുഴിച്ച് താത്താൻ പറ്റില്ല. കാരണം നമ്മൾ ആദ്യം ഇതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇതിനൊരു 3 മീറ്റർ ഹൈറ്റ് നമുക്ക് കൊടുക്കാമെന്നായിരുന്നു. അപ്പോൾ 3 മീറ്റർ ഹൈറ്റ് സ്ലാബിൻ്റെ അടിഭാഗത്ത് 3 മീറ്റർ, അതായത് ബീമിൻ്റെ അതിൻ്റെ മേലെയാണല്ലോ സ്ലാബ് ഉണ്ടാവില്ല. അപ്പോൾ ആ ബീമിൻ്റെ ഹൈറ്റിലേക്ക് 3 മീറ്റർ കൊടുക്കാമെന്ന്. അതിൻ്റെ മുകളിൽ നിന്ന് ഏകദേശം ബീമിൻ്റെ 40 സെൻറ്റിമീറ്റർ ടോട്ടൽ അടക്കം 40 സെൻറ്റിമീറ്റർ അടക്കം 340 ഹൈറ്റ് ഉണ്ടാവും. പക്ഷേ ആ ഒരു രീതിയിലാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേങ്കിൽ ഈ ഒരു പില്ലർ കുഴിക്കുന്ന സമയത്ത് ഇവിടെ ഇത്രയും ഹാർഡായിട്ടുള്ള കല്ലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെ താഴ്ചയിൽ താത്തിക്കൊണ്ടുവന്ന് പറയുന്നത് കുറച്ച് പോസിബിൾ ആയ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്ലാൻ ഒഴിവാക്കി അതിനുശേഷം ഹൈറ്റ് ഒന്ന് ഹൈറ്റ് കുറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ആ റിട്ടേണിംഗ് വാള് നമ്മളിവിടെ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ കരിങ്കല്ലിൻ്റെ കെട്ടാണ് ഇനിയിപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ബേക്കിൽ വരുന്ന നമ്മളെ ഈ ഒരു അണ്ടർഗ്രൗണ്ടിൻ്റെ ലോഡ് കംപ്ലീറ്റ് ചെയ്യുന്ന ഈ ഭാഗത്തെ ലോഡ് നമ്മൾ കൊള്ളിക്കുന്നത് ഈ റിട്ടേണിംഗ് വാളിന് വലിയ ഒരു വാളിലായിരിക്കും, അതായത് കരിങ്കല്ല് കൊണ്ടുള്ള കെട്ടിൻ്റെ മുകളിലായിരിക്കും കൊള്ളിക്കുന്നത്. ആ ബേക്ക് ഭാഗത്തൊക്കെ പില്ലറും ഉൾഭാഗത്ത് ഫുൾ കാലിയായിട്ടുള്ള സ്ഥലം. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ ഒരു ഹൈറ്റ് ഇതിൻ്റെ തറ ലെവലായിരിക്കും കേട്ടോ. ഈ തറേൻ്റെ മേൽഭാഗമായിരിക്കും ഈ പറമ്പിൻ്റെ ഇവിടെ വരുന്ന ഫില്ലറിൻ്റെത് തറക്ക് വരുന്ന ഭാഗമായിരിക്കും ഇതിൻ്റെ ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞത്. അതായത് ഇതിൻ്റെ മേലെ നമ്മൾ സ്ലാബിൻ്റെ മുകളായിരിക്കും, 2ാം നിലയൊക്കെ കിട്ടുന്ന പോലെ സ്ലാബിൻ്റെ മുകളായിരിക്കും നമ്മൾ കെട്ട് ചെയ്യേണ്ടത് ഇവിടെ. അത് പിന്നെ ഇത് 2 ഘട്ടമായിട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ 1 മീറ്ററോളം താഴ്ചയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് പില്ലർ കൊടുത്തത്. കാരണം 1 മീറ്റർ നമ്മൾ മണ്ണിട്ട് നിർത്തിയതാണ്. ഇപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, താഴത്ത് അതിൻ്റെ ഉറപ്പ് അവിടെ നമുക്ക് 2 മീറ്ററിൻ്റെ മേലെ താഴ്ചയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫൗണ്ടേഷൻ ചെയ്യേണ്ടി വരും ഈ മൊത്തത്തിൽ. അപ്പോൾ അത് കൂടുതൽ എക്സ്പെൻസ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് നേരെ പില്ലറിലേക്ക് മാറി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വീട് മൊത്തത്തിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പില്ലർ ഫൗണ്ടേഷനിലേക്ക് വീട് മാറാനുള്ള കാരണം. അപ്പം കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അധികം നമ്മൾ പറഞ്ഞ് വലിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ വീഡിയോൻ്റെ ലെങ്ത് ഇങ്ങനെ കൂട്ടിക്കൊണ്ടൊരു കാര്യമില്ല. അതേപോലെ തന്നെ ഇതിലേക്ക് ഏതൊക്കെ കമ്പിയാണ് ഉപയോഗിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ PCC ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് കാണിച്ചു തരും. ഇവിടെ ഇപ്പോൾ പില്ലറിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഇത് മട്ടം തിരിച്ച് കണവ് തിരിച്ച് മാർക്ക് ചെയ്ത കേട്ടോ. അതായത് ഇതാണ് നമ്മൾ തങ്ങൾ വന്നിട്ട് അടിച്ച ഒരു കുറ്റി. പിന്നെ അവിടെ കണവ് തിരിക്കാനായിട്ട് അവിടെ നമ്മൾ ഒരു കുറ്റിയുണ്ട്, ആ മെറ്റലിൻ്റെ ഇടയിൽ ഒരു കുറ്റിയുണ്ട്, പിന്നെ അങ്ങ് ലാസ്റ്റ് ഒരു കുറ്റി. അങ്ങനെ 4 കുറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ കുറ്റിയും നമ്മൾ എടുത്ത് നമ്മളിപ്പോൾ പില്ലറിൻ്റെ കുഴി വെച്ചതിന് ശേഷം നമ്മൾ നാളെ പില്ലറിൻ്റെ PCC ചെയ്യാനായിട്ട് നമ്മൾ 1.5 ഇഞ്ചിൻ്റെ കല്ലും അതുപോലെ ഹെംസാനും നമ്മൾ കൊണ്ടുവന്നിറക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ പില്ലറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള പില്ലറിൻ്റെ സൈസ് ആട്ടോ. ഈ കെട്ടിക്കൊണ്ടിരിക്കുന്ന 30 സൈസുള്ള പില്ലറാട്ടോ. ഇനിയിപ്പോൾ അവിടെ കൊണ്ടുവച്ച റിങ് കണ്ടോ, ഇതിൽ തന്നെ 40ൻ്റെ പില്ലറുണ്ട്, 20ൻ്റെ പില്ലറുണ്ട്, പിന്നെ 30ൻ്റെ പില്ലറുണ്ട്. അങ്ങനെ മൊത്തം മിക്സ് ആയിട്ടുള്ള പില്ലറാട്ടോ. അത് ഓരോന്നിൻ്റെ എന്താ പറയുക ലോഡിൻ്റെ കാര്യങ്ങളും നോക്കിയിട്ടാണ് ആ ഒരു പില്ലറിൻ്റെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തിരിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പില്ലർ വെക്കുന്ന സമയത്ത് മാത്രം ആ ഡീറ്റെയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി ആദ്യം പറഞ്ഞ് വലിപ്പിച്ചിട്ട് വീഡിയോ ലെങ്ത് ഇങ്ങനെ കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഇനി ബാക്കി നമ്മൾ പില്ലർ ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് അതുപോലെ റിട്ടേൺ വാളിൻ്റെ കരിങ്കല്ലുകൊണ്ടുള്ള കെട്ടുകിട്ടുന്ന സമയത്ത് അങ്ങനെയുള്ള ഓരോ വീഡിയോകളും നമ്മൾ തുടർന്നും നമ്മുടെ ചാനലിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോക്ക് തീർച്ചയായും ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് ഇങ്ങനെ എത്തും. അപ്പോൾ അത് മറ്റുള്ള ആൾക്കാർക്കും കൂടി ഉപകാരമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നാളെ മറ്റൊരു വിശേഷമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.